എല്ലാവർക്കും ലൈഫ് ഡയറീസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഓട്ടുമോര് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നാണ് നോക്കുന്നത്. ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള നല്ല ഓട്ടുമോര് വളരെ പെട്ടെന്ന് തന്നെ വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ഓട്ടുമോര് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഓട്ടുമോര് ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. ഓട്ടുമോര് ഉണ്ടാക്കാൻ നമുക്ക് ആദ്യം വേണ്ടത് നമ്മുടെ മോരും അതുപോലെ തന്നെ വെള്ളവും കൂടി മിക്സിയിൽ അടിച്ചെടുത്തതാണ്. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് കറിവേപ്പില, ആവശ്യത്തിനുള്ള ഉപ്പ്. പിന്നെ ഈ കാണുന്നത് കുരുമുളക്, വെളുത്തുള്ളി അതുപോലെ തന്നെ ജീരകം മൂന്നും കൂടെ മിക്സിയിൽ അടിച്ചെടുത്തിട്ടുള്ളതാണ്. നമുക്ക് ഈ കാണുന്ന സാധനങ്ങൾ മാത്രം മതി നല്ല ഔഷധ ഗുണമല്ല നല്ല അടിപൊളി ഓട്ടുമോര് ഉണ്ടാക്കാൻ വേണ്ടി. നമുക്ക് ഓട്ടുമോര് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകാം. ഓട്ടുമോര് ഉണ്ടാക്കാൻ വേണ്ടി ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. ചട്ടി ചൂടായതിനു ശേഷം നമ്മൾ മോര് കുറച്ചേച്ചയായിട്ട് നമ്മൾ ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. ഈ മോര് എന്ന് പറഞ്ഞാൽ നമ്മൾ വെള്ളവും മോരും കൂടി മിക്സ് ചെയ്ത് വെച്ചതാണ്. രണ്ടും കൂടി മിക്സ് ചെയ്തത് അടുപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കിയിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള നമ്മുടെ ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ മിക്സിയിൽ അടിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ വെളുത്തുള്ളിയും അതുപോലെ തന്നെ ജീരകവും കുരുമുളക് പൊടിയും കൂടി സെറ്റാക്കിയിട്ടുള്ളത് ഇതിലേക്ക് ചേർത്ത് നല്ല പോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം ആവശ്യത്തിനുള്ള കറിവേപ്പില കൂടി അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഇളക്കി കൊടുക്കുക. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന തികച്ചും ഔഷധ ഗുണങ്ങൾ ഒരുപാട് അടങ്ങിയിട്ടുള്ള ഒരു സാധനമാണ് നമ്മുടെ ഓട്ടുമോര്. ഇനി ഇത് ഇവിടെ കിടന്നിട്ട് ഒന്ന് തിളയ്ക്കുന്നവരെ നമ്മുടെ ഓട്ടുമോര് ഇനി അടുപ്പത്ത് കിടന്ന് നല്ല പോലെ തിളച്ച് സെറ്റാകണം. നല്ല അടിപൊളിയായിട്ടുള്ള സാധനം കേട്ടോ. നമ്മുടെ ശരീരത്തിനൊക്കെ ഒരുപാട് നല്ല ഔഷധ ഗുണങ്ങളൊക്കെ ഉള്ള സാധനമാണ് ഈ ഓട്ടുമോര്. നിങ്ങളുടെ നാട്ടിലും ഇങ്ങനെയൊക്കെ തന്നെയാണ് ഓട്ടുമോര് ഉണ്ടാക്കുന്നതെന്നൊന്ന് കമൻറ്റിൽ രേഖപ്പെടുത്തിയേക്കണേ. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയട്ടെ, നമ്മുടെ ദഹനശക്തി വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ നമ്മുടെ ചൂടുള്ള സമയത്തൊക്കെ ശരീരത്തിലെ ചൂടിനെ പിടിച്ചു നിർത്തുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ പിത്തം കുറയ്ക്കുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ ഓട്ടുമോര്. ശരീരത്തിലെ ജലാംശമൊക്കെ വളരെ നന്നായിട്ട് പിടിച്ചു നിർത്തുന്നതിന് ഓട്ടുമോര് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചർമ്മത്തിനും മുടിക്കൊക്കെ ഒരുപാട് ഗുണമുള്ള സാധനമാണ് ഓട്ടുമോര്. അതുപോലെ തന്നെ നമ്മുടെ വയറിളക്കം അതുപോലെ തന്നെ അജീർണം തുടങ്ങിയ അസുഖങ്ങൾക്കൊക്കെ ഓട്ടുമോര് കാച്ചി കുടിക്കുന്നത് ഒരുപാട് നല്ലതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ ഓട്ടുമോര് ഈ ചട്ടി കിടന്ന് തിളയ്ക്കുന്ന സമയത്ത് നമ്മുടെ ചാനലിലെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ രേഖപ്പെടുത്താനും, നിങ്ങളുടെ നാട്ടിൽ ഇത് ഉണ്ടാക്കുന്നുണ്ടോ, എന്താണ് ഇതിൻ്റെ അഭിപ്രായം കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്താനും അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ആരും മറന്നു പോകരുത്. അപ്പോൾ നമ്മളെ ഇത് തിളച്ച് വരുന്നവരെ ഇനി നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. മോര് തിളച്ച് വരുന്ന സമയത്ത് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇളക്കി കൊടുത്തു കഴിഞ്ഞപ്പോൾ നമ്മുടെ മഞ്ഞൾപ്പൊടീൻ്റെ കളറുമായിട്ട് മിക്സായിട്ട് നല്ല മഞ്ഞ കളർ വരുന്നുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ് കേട്ടോ നമ്മുടെ ഓട്ടുമോര്. നമ്മുടെ ചോറിൻ്റെയൊക്കെ കൂടെ കറിയായിട്ടൊക്കെ ഉപയോഗിക്കാനും ഇനി ഇത് മാത്രം കഴിക്കാനൊക്കെ നല്ലതാണ്. ചോറ് കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ദഹനത്തിനൊക്കെ ഉപയോഗിക്കാനൊക്കെ നല്ല സാധനമാണ്. നമ്മുടെ ഓട്ടുമോര് ഇതാ തിളച്ച് വരുന്നുണ്ട്. ഇത് നല്ല പോലെ ഒന്ന് തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വാങ്ങി വെച്ച് ഉപയോഗിക്കാം. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പണി. വളരെ എളുപ്പത്തിൽ നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ഔഷധ ഗുണമുള്ള ഒരു സാധനമാണ് ഓട്ടുമോര്. എല്ലാവരും വീട്ടിൽ വെച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയണേ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാവേ.